ഈ ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം അങ്ങ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള അറിവും ലോകത്തില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല. ഇവിടെയാണ് ഭരണഘടനാപരമായി ഈ താഴ്ത്തട്ടിലുണ്ടായതായിട്ട് വെച്ചിരുന്ന മനുഷ്യർ, അവർ താഴിലുള്ളവരൊന്നും അല്ല, അവരെ അങ്ങനെ ആക്കിയതാണെന്ന് നമ്മൾ അറിയണം. ലോകത്തൊറ്റ മനുഷ്യകുലമേ ഉള്ളൂ, അവർ വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചതല്ല, ആക്കിയെടുത്തതാണെന്ന് അറിയേണ്ടതുണ്ട്. ആ ആക്കിയെടുത്ത ആൾക്കാർക്ക് സവിശേഷമായ പ്രൊട്ടക്ഷൻ കൊടുക്കാതെ, നേരത്തെ പറഞ്ഞ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനായിട്ടുള്ള അവകാശം കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അതേ കാരണമാണ്. ഇതിനാണ് അവർക്ക് സവിശേഷമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനാണ് സംവരണം എന്ന് പറയുന്നത്. ഈ സംവരണം കൊടുക്കുന്നത് ജാതി പുനരുൽപാദിപ്പിക്കുകയാണെന്ന് വെക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. വേടൻ ഈ വിവേചനങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലായിടവും ഉണ്ട്, ഇത് ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയും. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ് ഈ ലക്ഷം വീട് കോളനി എന്ന് അറിയണം. തുല്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ കമ്മ്യൂണിസം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ലക്ഷം വീട് കോളനി ഉണ്ടാക്കും? കോളനി എന്നുള്ള വാക്കും മറക്കരുത്. എങ്ങനെ ഉണ്ടാക്കും? നായന്മാരും ഈഴവരും കൂടെ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നാട്ടിലുള്ളൂ, അത്ര അറിയണം. ആ നടത്തുന്ന അവര് പൗരരാണെന്നും ഞങ്ങളെല്ലാം തുല്യരാണെന്നും ഒക്കെ പറയുമ്പോഴേ എങ്ങനെയാണ് ഒരു വിഭാഗം, അടിസ്ഥാന വിഭാഗം എന്നൊക്കെ പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുമ്പം ആരും സ്ഥലം കൊടുത്തിട്ടില്ല. ഏറ്റവും മോശം എവിടെങ്കിലും ഒരു മൂലയിൽ ഒരു സ്ഥലം കൊടുത്തിട്ട് അവിടെ ഒരു കോളനി ഉണ്ടാക്കിയാണ് അവരെ വീടുള്ളവരാക്കിയത്. അല്ലാതെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ താമസിപ്പിക്കുന്നവരാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയാതെ പോയ ഒരു സമൂഹത്തിലാണ് നമ്മളിരിക്കുന്നത്. അതിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ ആശയങ്ങളും തുല്യതയാണ്, ഒരു സംശയം നോക്കില്ല. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ വന്നത് ഇങ്ങനെ വരുന്നത്. ഇത് നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങളുള്ള തട്ട് സമൂഹത്തിന്റെ യുക്തികൾക്ക് അപ്പുറത്തോട്ട് നമ്മുടെ നാട്ടിൽ ഒരൊന്നും സംഭവിച്ചിട്ടില്ല. അതുണ്ടെന്ന് പറയുന്ന അംബേദ്കറും അതുണ്ടെന്ന് പാടിയ വേടനും ജാതി ഉണ്ടാക്കാനാണെന്ന് ഗാന്ധി പറയുന്ന പോലെയാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. ഗാന്ധി കൃത്യമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്നും തെരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, അവർ കേറ്റത്തില്ല. ഇയാൾ പോയിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഫ്രണ്ട് ആകാൻ ശ്രമിച്ച സമ്മതിക്കത്തില്ലടോ. ഇയാൾ ആരോട് പറയാണ്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇയാൾ ഈ വെജിറ്റേറിയനായ ആളിന് വീട് കൊടുക്കുന്ന നാടല്ലേ? അത് എഴുതി വെച്ചിട്ടുണ്ടോ? അത് എഴുതി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇയാൾ അവിടെ പോയിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഇയാള് 2 കൊഞ്ച് മേടിച്ചോണ്ട് പോകാൻ പറ്റുമോ? അപ്പൊ അത്രയും ഇവിടെ ഇയാളാ വീട്ടിൽ കയറിയാൽ ഇയാള് കൊഞ്ച് തിന്നാൻ പറ്റത്തില്ല. അത് തന്നെയാണ് പറയുന്നത്. അയാളുടെ വീടല്ലത്, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ജാതി എന്ന് പറയുന്നത്. അല്ല, അതൊരു വ്യക്തിയുടെ ഒരു വിശ്വാസം, ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധമല്ല. സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണെങ്കിൽ 40 പേരുടെ തലമൊട്ടി അടിച്ചത് വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാണ്. ഞാൻ പറയുന്നത് പുതിയ ഇതാണ് മര്യാദയില്ലാതെ. അവനവന് നിങ്ങളിപ്പോ എന്റെ കൂടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ എന്റെ കൂടെ ഇരുത്താനായിട്ട് എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഈ ന്യായമൊക്കെ നാട്ടിലെ ന്യായമാണെങ്കിൽ നിങ്ങൾ തറയിലിരിക്കാൻ ബാധ്യത വരും. കാരണം ഞാൻ ഇത്രയും പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന നാടാണ്. നിങ്ങൾക്ക് ഈ അനുഭവജ്ഞാനങ്ങളില്ല. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജനിച്ച വഴി കിട്ടിയിരിക്കുന്ന ധനം എന്ന് പറഞ്ഞ സാധനം, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നെന്ന് പറയുന്നത് കുറച്ചു പേർക്ക് ഈ ഇരിപ്പിന് മാത്രമേ ഇപ്പോഴുള്ളൂ. വീട്ടിൽ ഇപ്പോഴും കയറ്റത്തില്ല. വീട്ടിൽ കയറ്റാത്ത കുടുംബങ്ങളാണ്.